Hello, my dear students. Welcome to the class of Professional Business Skill. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഡിജിറ്റൽ ഡിവൈഡ് എന്താണ് എന്നാണ്. ഡിജിറ്റൽ ഡിവൈഡ് മീൻസ് എന്തായിരുന്നു? ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പേഴ്സൺ ഹു പൊസസ് ദ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഹു ഡസ് നോട്ട് പൊസസ് ദ ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന ആളുകളും അത് യൂസ് ചെയ്യാത്ത ആളുകളും തമ്മിലുള്ള ഗ്യാപ്പായിരുന്നു എന്ത്? ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ ഏതൊക്കെ ക്ലാസ്സസ് ഓഫ് പീപ്പിൾസ് വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ടുഡേ നമ്മൾ ഇന്ന് പറയുന്നത് ഡിജിറ്റൽ നേറ്റീവ്സ്. ഇപ്പോൾ ഡിജിറ്റൽ നേറ്റീവ് പ്ലേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം പ്ലേസ് നമുക്ക് അറിയാം. അപ്പോൾ ഡിജിറ്റൽ നേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റലി നേറ്റീവായിട്ടുള്ള ഒരാൾ എപ്പോഴും അയാൾ എങ്ങനെയായിരിക്കും? അയാളുടെ എന്താ പറയുക, നേറ്റീവ് സ്പീക്കേഴ്സ് ആയിരിക്കും അവരെപ്പോഴും അവിടെ ആയിരിക്കും താമസിക്കുന്നത്, അതിനെപ്പറ്റി സംസാരിക്കുന്ന ആളുകളായിരിക്കും. അതാണ് ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ. Okay, listen. The term digital native is coined by Mark Prensky in 2001, used to describe the generation of people who grow up in the era of information technology, including computers and the internet. Digital natives are comfortable with the technology and computers at an early age and consider technology to be an integral and necessary part of their lives. Many teenagers and children today are generally considered to be digital native as they mainly communicate and learn via computer social networking sites. മീൻസ് ഞാൻ പറഞ്ഞല്ലോ ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ജനറേഷൻ, അതായത് ദ ജനറേഷൻ ഗ്രോ അപ്പ് ഇൻ ദ എറ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പോൾ ഇന്നത്തെ കാലത്ത് ജീവിക്കുന്നൊരു എന്താ പറയുക ജനറേഷനാണ് എന്ത് പറയുന്നത്? ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറയുന്നത്. മീൻസ് ഇൻക്ലൂഡിങ് കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ. DNs are comfortable with technology and computers at an early age and consider technology to be an integral and necessary part of their lives. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു ജീവിതം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ TV ഇല്ലാത്തൊരു കാര്യം, ഒരു കമ്പ്യൂട്ടർ ഇല്ലാത്തൊരു കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നുണ്ടാവില്ല. അതുപോലെ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ എവിടെ ജീവിക്കുന്നത്? ഈ എറ ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അതാണ് നേറ്റീവ്സ്, ഡിജിറ്റൽ നേറ്റീവ് എന്ന് പറഞ്ഞത്. Then according to Prensky, digital natives are the generation of young people who are native speakers of the digital language of computers, video games and the internet. അപ്പോൾ ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ യങ് പീപ്പിൾ ഹു ആർ നേറ്റീവ് സ്പീക്കേഴ്സ് ഓഫ് ഡിജിറ്റൽ ലാംഗ്വേജ് ഓഫ് കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകൾ, വീഡിയോ ഗെയിംസ് ആൻഡ് ഇൻ്റർനെറ്റ് ഇതൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളെയാണ് എന്ത് പറയുന്നത്? ഡിജിറ്റൽ നേറ്റീവ്സ് എന്ന് പറയുന്നത്. ദെൻ ഗ്രൗണ്ടിങ് ഓഫ് DN. Avoiders. Even though they were born in the digital world, some young people do not feel a likeness for digital technologies and Facebook. They have cell phones but do not use email and social media accounts. Avoiders എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുന്നവരുമുണ്ട്, ഉണ്ടല്ലോ. മീൻസ് ഇതൊക്കെ ഉണ്ടെങ്കിലും അവർ ചിലപ്പോൾ എന്ത് ചെയ്യുന്നില്ല, ഇതൊന്നും യൂസ് ചെയ്യാത്ത ആളുകൾ, ഫേസ്ബുക്ക് അക്കൗണ്ടൊക്കെ ഉണ്ട്, പക്ഷെ അവരെന്ത് ചെയ്യുന്നില്ല, ഇതൊന്നും നോക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളും എന്തുണ്ട് ഈ ഒരു യുഗത്തിലുണ്ട്. ദെൻ മിനിമാലിസ്റ്റ്സ്. They use technology minimally and when they perceive it necessary, they search information on Google. If they have to and purchase online, if they cannot buy something at a local store, they check their Facebook account once a day or every couple of days. അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ മിനിമമാണ്, കുറച്ച് യൂസ് ചെയ്യും. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മളെ മാർക്കറ്റിൽ കിട്ടാത്തൊരു സാധനം നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ പർച്ചേസ് ചെയ്യാൻ, അതുപോലെ അതിന് വേണ്ടി മാത്രം എന്ത് യൂസ് ചെയ്യുക? ഇൻഫർമേഷൻ ടെക്നോളജി യൂസ് ചെയ്യുക. ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഒരു ദിവസം ഒരു തവണ അല്ലെങ്കിൽ 2 ദിവസം ഒരു തവണ, 2 ദിവസത്തിൽ ഒരു തവണയൊക്കെ എന്ത് ചെയ്യുക? മാത്രം കയറി സെർച്ച് ചെയ്യുക. അതാണ് ഈ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന ആളുകൾ. ദെൻ തേർഡ് വൺ, enthusiastic. Most of the digital natives are enthusiastic participants. They enjoy technology and gadgets. They use Facebook all day long and have other സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് വാച്ചിങ് യൂട്യൂബ് ആൻഡ് മൂവീസ് ഓൺലൈൻ ആസ് മച്ച് ആസ് പോസിബിൾ. അപ്പോൾ ഇവരെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആളുകൾ അവർ ഫേസ്ബുക്കിൽ കയറുന്നുണ്ട്, യൂട്യൂബിൽ കയറുന്നുണ്ട്. എല്ലാം ഇപ്പോൾ ഒരു ഡേ 24 hours ഉറങ്ങുന്ന സമയം ഒഴിച്ച് ബാക്കി ഏകദേശം 12 hours ബാക്കി ഫുൾ ടൈം എന്ത് ചെയ്യുന്നുണ്ട്? മൊബൈൽ ഫോൺ, ഫേസ്ബുക്ക് അതിൽ ഓൺലൈൻ ആയിരിക്കും. അങ്ങനെയുള്ള ആളുകളും എന്തൂസിയാസ്റ്റിക് എന്ന് പറയും. ദെൻ എന്താണ് സൈബർ സ്പേസ്? The cyberspace internet can be defined as the virtual computer world which is used to form a global computer network to facilitate online communication.
In other words, it is a word of information through the internet. Cyberspace is a web of consumers, electronic computers and communication network which interconnect the world. സൈബർ എന്ന് പറഞ്ഞാൽ എവിടെയാണ് നമ്മൾ, അതായത് നമ്മൾ ഇന്ന് ജീവിക്കുന്നതാണ് സൈബർ സ്പേസ്. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സൈബർ യൂസ് ചെയ്യുക, ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി സൈബർ യൂസ് ചെയ്യുക, ഇതൊക്കെയാണെന്ത് സൈബർ സ്പേസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തിൽ പെടുന്നതാണ്? ഇസ് ആൻഡ് ഇൻക്ലൂഡിങ് സൈബർ സ്പേസ്. അപ്പോൾ ഇന്ന് ഇത്രയും സാധനങ്ങളാണ് പറയുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. Thank you.